بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين اللهم صل وسلم على محمد وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. إن تنصروا الله ينصركم ويثبت أقدامكم. ബഹുമാന്യരായ സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിൻ്റെ ഈ പുണ്യകരമായ സമയത്ത് അല്ലാഹുവിൻ്റെ ദീനിനു വേണ്ടി, നമ്മുടെ പരലോക സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഇബാദത്തുകളും അതുപോലെ തന്നെ സൽപ്രവർത്തനങ്ങളും അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആത്മീയമായ വിശുദ്ധിയുണ്ട്, മാനസികമായ ഒരു വിശാലതയുണ്ട്, അതുപോലെ തന്നെ വ്യക്തിപരമായ കുറേ ഗുണങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെയുണ്ട്. എന്നാൽ ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിതകാലത്ത് മാത്രം നിലനിൽക്കുന്നതും മരണാനന്തര ജീവിതത്തിൽ അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നതുമാണ്. നാം ചെയ്യുന്ന ഏതൊരു കർമ്മത്തിനും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് പരിശുദ്ധ റമദാനിൻ്റെ ഈ ഒരു സമയത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ള വിഷയം ഇത്ര മാത്രമേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ സഹായം എന്നതാണ് വിഷയം. അള്ളാഹുവിൻ്റെ സഹായം ആഗ്രഹമില്ലാത്ത, പ്രതീക്ഷിക്കാത്ത, അത് താല്പര്യപ്പെടാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടായിരിക്കണമെന്നത്. നാം ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ നമുക്ക് ഈ ലോകത്ത് നിലനിൽക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ സാധ്യമല്ല. എല്ലാ ഭൗതിക സംവിധാനങ്ങളും നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ പോലും നമ്മുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഏറ്റവും പ്രധാനം പടച്ചവന്റെ സഹായം തന്നെയാണ്. ഒരു നിസ്സാരമായ, യാതൊരു വിലയുമില്ലാത്ത, നമുക്ക് സുഭിക്ഷമായി ചുറ്റുപാടുകളിൽ കിട്ടുന്ന ഒന്നാണ് വായു എന്ന് പറയുന്നത്. ജീവിക്കാൻ അത്യാവശ്യമായൊരു വസ്തുവാണ്. പക്ഷെ ഒരു വിലയും കൊടുക്കാതെയാണ് നമ്മളത് വാങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരല്പസമയം വായു നമ്മളിൽ നിന്ന് അങ്ങ് നിശ്ചലമായാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ? ഈ ഭൂമി നമുക്ക് മതിയാവില്ല, നമുക്ക് ഓട്ടം നിൽക്കില്ല, നമ്മുടെ യാത്രകൾ അവസാനിക്കില്ല. നമ്മൾ ചുറ്റുപാടുകളിലേക്കും വെപ്രാളപ്പെടുകയാണ്. എവിടെയാണോ ഒരല്പവായു കിട്ടുന്നത്, ശ്വാസം കിട്ടുന്നത്, അവിടേക്ക് വേണ്ടി നമ്മൾ എന്തും തയ്യാറാണ് ചെലവഴിക്കാൻ. കഴിഞ്ഞ വർഷങ്ങളിൽ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അനുഭവിച്ച ദുരിതം, ഒരു നേരത്തെ ശ്വാസത്തിന് വേണ്ടി, ഓക്സിജന് വേണ്ടി നമ്മൾ എത്രയാണ് സഹോദരങ്ങളെ പണം ചെലവഴിച്ചത്? നമ്മൾ അതിനു വേണ്ടി എത്രയാണ് മുറവിളി കൂട്ടിയത്? പക്ഷേ അതൊന്നുമില്ലാതെ ഈ ഭൂമിയിൽ എല്ലായിടത്തും പടച്ച തമ്പുരാൻ വഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും നിങ്ങളെ വളർത്തുന്നതിന് വേണ്ടി, നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് ജീവിക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ ജീവിതം കൂടുതൽ സുഭിക്ഷമാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നതാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളുമെന്ന് അല്ലാഹു പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഒരു നിമിഷം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല.
നമുക്ക് വിശ്രമിക്കാൻ കഴിയില്ല, നമുക്ക് ഉറങ്ങാൻ കഴിയില്ല, നമുക്ക് ചലിക്കാൻ കഴിയില്ല, എന്തിനേറെ നമുക്ക് ജോലി ചെയ്യാൻ സാധ്യമല്ല, നമുക്ക് സമ്പാദിക്കാൻ സാധ്യമല്ല, നമ്മുടെ മക്കൾക്കിടയിൽ കുടുംബത്തിന്റെ ഇടയിൽ സമയം ചെലവഴിക്കാൻ നമുക്ക് കഴിയില്ല. പടച്ച തമ്പുരാന്റെ സഹായങ്ങൾ ഇല്ല ഇരുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ അവസ്ഥ എന്താവുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അള്ളാഹുവിന്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. അത് ഏതൊക്കെ മേഖലയിലാണ് ആവശ്യമുള്ളത്? ഒന്നാമത്തെ ഒരു കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, വിശ്വാസപരമായി നമ്മൾ എത്രമാത്രം പടച്ച തമ്പുരാനിലേക്ക് അള്ളാഹുവിലേക്ക് അടുക്കുന്നുണ്ടോ അത്രമാത്രം അള്ളാഹുവിന്റെ സഹായങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. വല്ലദീന ജാഹദൂ ഫീന ലനഹ്ദിയന്നഹും സുബലന വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. നമ്മുടെ മാർഗത്തിൽ നിങ്ങൾ ത്യാഗികളായി തീരണമെന്നത് ഖുർആനിന്റെ ഒരു ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾക്കിതൊക്കെ ഞാൻ ചെയ്തു തന്നത്, നിങ്ങൾക്ക് സമ്പത്ത് നൽകി, നിങ്ങൾക്ക് കുടുംബത്തെ നൽകി, നിങ്ങൾക്ക് നല്ലൊരു നാടും സൗകര്യങ്ങളും ഒരുക്കി തന്നു, നിങ്ങൾക്ക് നല്ലൊരു ചുറ്റുപാടുകൾ ഒരുക്കി തന്നു, ഈ പ്രപഞ്ചം നിങ്ങൾക്ക് മുഴുവനും കീഴ്പ്പെടുത്തി തന്നു, ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവജാലങ്ങൾ മുഴുവനും നിങ്ങളിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അള്ളാഹു നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ ത്യാഗികളായി തീരുക. ഇതിനുവേണ്ടി ഇതൊക്കെ ചെയ്തു തന്ന അള്ളാഹുവിനോടുള്ള ബന്ധം നിങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ പടച്ചവനുമായുള്ള നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടേണ്ടിയിരിക്കുന്നു. അതിലൊന്നാമത്തെ ഭാഗമാണ് വിശ്വാസം എന്നത്. അള്ളാഹുവിലേക്ക് ഒരു വിശ്വാസി എത്ര അടുക്കുന്നുണ്ടോ, മൻ തഖറബ ഇലയ്യ അബ്ദി, എന്റെ അടിമ എന്നോട് അടുക്കുന്നുണ്ട് എങ്കിൽ ഞാൻ അവനോടും അടുക്കുമെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാവുന്ന ഹദീസാണ്. വിശ്വാസികളായ ആളുകൾ ആര് തന്നെയാണെങ്കിലും എന്നോട് അല്പം അടുത്താൽ ഞാൻ അവരോട് വേഗതയിൽ അടുക്കുമെന്ന് പറയുന്നുണ്ട്. വളരെ സാവധാനം അവർ എന്നിലേക്ക് വരുന്നുവെങ്കിൽ ഞാൻ വേഗതയോടുകൂടി അവരിലേക്ക് അടുക്കും. അവർ വളരെ കുറച്ചാണ് എന്നോട് അടുക്കുന്നതെങ്കിൽ ഞാൻ കൂടുതൽ അവരിലേക്ക് അടുത്തു ചെല്ലും. എന്തിനു വേണ്ടി? എന്റെ അടിമ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു. എന്റെ അടിമയുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകേണ്ടത് എന്റെ ബാധ്യതയാണ്. അവരുടെ ആഗ്രഹങ്ങൾ മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. ആ സങ്കടങ്ങൾ ദൂരീകരിച്ചു കൊടുക്കേണ്ടത് എന്റെ ഒരു ബാധ്യതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാൻ നമ്മളിലേക്ക് അടുക്കുമെന്ന് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ ഒരു ചെറിയ സംഭവം കൂടി പറയാം. നബി പറഞ്ഞു, ജീവിതത്തിൽ ചില സമയങ്ങളുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്, വിശ്വാസികൾ ഒരിക്കലും അത് നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. അതിലൊന്ന് പറഞ്ഞൊരു സമയം നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം എന്ന് പറയുന്നത് അത് നമ്മൾ സുബഹി ബാങ്ക് കൊടുത്ത് സുബഹി നമസ്കാരത്തിന് തൊട്ട് മുമ്പുള്ള സമയമാണ്. ആ 2 റക്അത്ത് നമ്മൾ നമസ്കരിക്കുന്ന ആ റവാത്തിബ് സുന്നത്തുണ്ട്. ആ സുന്നത്തിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത്, ഒരാൾ ആ റവാത്തിബ് സുന്നത്ത് നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു അവന് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. പള്ളി നിർമ്മിച്ചവന് അള്ളാഹു സ്വർഗത്തിൽ വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. സൂറത്ത് ഇഖ്ലാസ് പാരായണം ചെയ്തവന് അള്ളാഹു സ്വർഗത്തിൽ വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങാടിയിൽ വെച്ച് വെറുതെ ഇങ്ങനെ സമയം ചെലവഴിക്കുന്നതിനിടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്നവന്, ആ ദിക്റുകൾ ചൊല്ലുന്നവന് അള്ളാഹു സ്വർഗത്തിൽ വീടും നൽകുമെന്നും സ്വർഗത്തിൽ വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഓരോ റവാത്തിബ് നമസ്കാരങ്ങളും. റവാത്തിബ് നമസ്കാരങ്ങൾ 12 റക്അത്തുകളുണ്ട്. നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നു. ളുഹറിന് മുമ്പുണ്ട്, ളുഹറിന് അതുപോലെ തന്നെ ശേഷമുണ്ട്, അതുപോലെ തന്നെ മഗ്രിബിന് ശേഷമുണ്ട്, അതുപോലെ തന്നെ ഇശാഇന് മുമ്പ് ശേഷവുമുണ്ട്, അതുപോലെ തന്നെ സുബ്ഹിയുടെ തൊട്ട് മുമ്പുണ്ട്. ഈ റവാത്തിബ് സുന്നത്ത് ഒരാൾ കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കുമെന്ന ഹദീസിലുണ്ട്. സഹോദരങ്ങളെ, ഞാനിത് സൂചിപ്പിച്ചത്, എന്നോട് എന്റെ അടിമ ഏറ്റവും അടുക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് ഈ റവാത്തിബ് സുന്നത്തുകളിലാണ്. അവൻ അവിടെ വെച്ച് എന്നോട് എന്താണോ ആഗ്രഹിക്കുന്നത്, അവൻ എന്നോട് എന്താണോ പ്രതീക്ഷ അർപ്പിക്കുന്നത്, അവൻ എന്നോട് എന്താണോ ആ താല്പര്യപ്പെടുന്നത്, അവൻ എന്ത് സങ്കടങ്ങളും ദുഃഖങ്ങളുമാണോ എന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്, അത് മുഴുവൻ ഞാൻ ഏറ്റെടുക്കുമെന്നും ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, എന്നോട് എന്റെ അടിമകൾ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ ആ പ്രാർത്ഥനകൾക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ അല്ലാഹുവിലേക്ക്
അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതാണ് പടച്ചവന്റെ സഹായം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം. സഹോദരങ്ങളെ, ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന നിസ്സാരമായൊരു കാര്യമാണിത്. ഞാൻ ഈ സൂചിപ്പിച്ചത് വളരെ നിസ്സാരമായൊരു വിഷയം. ചെറിയൊരു സമയത്ത് ഒരു 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നു. ആ സുന്നത്ത് നമസ്കാരത്തിൽ സുജൂദിൽ കിടന്നുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുകയാണ്. സമർപ്പണത്തിനുള്ളൊരു സമയമാണ്. നമുക്ക് നിർഭയത്വം കിട്ടും, നമുക്ക് മനസ്സമാധാനം ലഭിക്കും, നമ്മുടെ ഹൃദയങ്ങൾ വിശാലമായി തീരും. എപ്പോഴാണെന്നറിയാമോ? അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ഒരാളുടെ മനസ്സ് അല്ലാഹു വിശാലമാക്കി കൊടുക്കുകയാണ്. എപ്പോഴാണെന്നറിയാമോ? അള്ളാഹുന്റെ പ്രകാശത്തിലെത്തുന്നത് അവൻ ഇസ്ലാമില് പൂർണ്ണമായി അല്ലെങ്കിൽ സമ്പൂർണ്ണ മനുഷ്യനായി വിശ്വാസിയായി മാറുമ്പോഴാണ്. ഇസ്ലാമിൽ ഒതുങ്ങിക്കൂടുക എന്നതാണ്, ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കുക എന്നതാണ്, ഇസ്ലാമിന്റെ കൽപ്പനകൾ ഉൾക്കൊള്ളുക എന്നതാണ്, ഇസ്ലാമിന്റെ വിരോധനങ്ങളെ മാറ്റി നിർത്തുക എന്നതാണ്. അള്ളാഹു അനുവദിച്ചത് സ്വീകരിക്കുകയും അള്ളാഹു വിലക്കിയതിനെ മാറ്റി നിർത്തുകയും അള്ളാഹു കൽപ്പിച്ച കൽപ്പനകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും അള്ളാഹു വിലക്കിയ എല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സാമ്പത്തിക രംഗത്ത് ശുദ്ധീകരണം ആവശ്യമുണ്ട്. അത് വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഭക്ഷണങ്ങളോ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത സമ്പാദ്യങ്ങളോ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത വസ്ത്രങ്ങളോ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചു. ഒരൊറ്റ പ്രാർത്ഥന നബി പറഞ്ഞൊരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നബിയോട് ചോദിക്കുന്നുണ്ട്, സഹാബികൾ വന്ന് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, എങ്ങനെ ഈ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുക? നബി പറഞ്ഞു പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും. നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പരിഗണിക്കും. എങ്ങനെയാണെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ റബ്ബ് പരിഗണിക്കും. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ അവിടേക്ക് വന്നത് നല്ല ഭക്ഷണം കഴിച്ചായിരിക്കണം. നിങ്ങൾ അവിടേക്ക് വന്നത് നല്ല വെള്ളം കുടിച്ചായിരിക്കണം. നിങ്ങൾ അവിടേക്ക് വന്നത് നല്ല വസ്ത്രം ധരിച്ചായിരിക്കണം. അല്ല എങ്കിൽ വമഅ്കലുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു. സഹോദരങ്ങളെ, എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്, സങ്കടപ്പെടുന്നവരുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല, പടച്ചവൻ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യമാണ്, അവൻ തിന്നുന്നത് ഹറാമാണ്, നിഷിദ്ധമാണ്. അവൻ കുടിച്ചതും ഹറാമാണ്. അവൻ ധരിച്ച വസ്ത്രവും ഹറാമാണ്. ഫഅന്നാ യുസ്തജാബു ലഹു. പിന്നെ എങ്ങനെയാണ് അവന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം കൊടുക്കുക? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ ഈ ചോദ്യത്തിന് മറുപടി നമ്മൾ കണ്ടെത്തിയാൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ടില്ല. നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിൽ ഹറാമുണ്ടോ നോക്കിയാൽ മതി. പലിശ ഉണ്ടോ, വെട്ടിപ്പിടിച്ചതുണ്ടോ, കള്ളക്കടത്ത് നടത്തിയതുണ്ടോ, മറ്റുള്ളവരെ അപഹരിച്ചതുണ്ടോ, കൊള്ളയടിച്ചതുണ്ടോ, അതുപോലെ തന്നെ എനിക്ക് അർഹതപ്പെടാത്തതുണ്ടോ, കൈക്കൂലി വാങ്ങിയതുണ്ടോ, അങ്ങനെയുള്ള വശങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് പടച്ച തമ്പുരാൻ അവന്റെ സഹായങ്ങൾ നിഷേധിക്കുകയാണ്. നമ്മുടെ സമ്പാദ്യത്തിലേക്ക്, നമ്മുടെ ഭക്ഷണത്തിലേക്ക്, നമ്മൾ ഊട്ടുന്നതിലേക്ക്, നമ്മുടെ കുടുംബത്തെയും നമ്മൾ അത് ഊട്ടുമ്പോൾ, നമ്മുടെ അയൽവാസികൾക്ക് നമ്മൾ ആ ഭക്ഷണം നൽകുമ്പോൾ, നമ്മൾ മറ്റുള്ളവർക്ക് നമ്മുടെ ഭക്ഷണങ്ങൾ നമ്മൾ നൽകുന്നു, ഇത് ഹറാമ് കൊണ്ടാണ് എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഒരു ഫലവുമില്ല എന്ന. ഭക്ഷണം മാത്രമല്ല, വസ്ത്രത്തിലും പറഞ്ഞു, അതുപോലെ പാനീയത്തിനും പറഞ്ഞു. സഹോദരങ്ങളെ, ആ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുന്നത് സുബഹിയുടെ മുമ്പ് 2 റക്അത്ത് നമസ്കരിച്ച് സുജൂദിൽ കിടന്ന് ദീർഘമായി നമ്മുടെ ജീവിതത്തിലെ കടബാധ്യതയെ കുറിച്ച് നമ്മൾ അല്ലാഹുവിനോട് പറയുന്നു, പടച്ചവനെ, ഞാൻ ഇത്ര വലിയ ബാധ്യതയുള്ളവനാണ്, എന്റെ ബാധ്യതകൾ പരിഹരിക്കാനുള്ള ഒരു മാർഗം എനിക്ക് തുറന്നു തരണമേ. ഇങ്ങനെയാണെങ്കിൽ പടച്ച തമ്പുരാൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അല്ലാഹുവിന്റെ ഖജനാവുകളുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കുകയും അവൻ പ്രതീക്ഷിക്കാത്ത മാർഗത്തിൽ പടച്ച തമ്പുരാൻ അവനിലേക്ക് അവന്റെ ഐശ്വര്യങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലാണ് പടച്ച തമ്പുരാൻ അവന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ സഹായമാണ്. സാമ്പത്തിക രംഗത്ത് പടച്ച തമ്പുരാൻ നൽകുന്ന ഒരു സഹായമാണ്. നമ്മൾ നബിയുടെ ഒരു ഹദീസിലുണ്ടല്ലോ, നബി പറഞ്ഞു, സുബൈക്ക് തൊട്ടു മുമ്പ് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു കാര്യം. അതിൽ ഒരു പ്രാർത്ഥന പറഞ്ഞെടുത്ത് നബി ഇങ്ങനെ പറയുന്നുണ്ട്, മഗ്രിബിന്റെയും സുബഹിയുടെയും ആ സമയത്ത് അവർ ആത്മാർത്ഥമായി ഇത് പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ, അല്ലാഹുമ്മ, പടച്ച തമ്പുരാനെ, എന്നിൽ നിന്ന് എല്ലാ ദുരിതങ്ങളും ദുരന്തങ്ങളും മാറ്റിക്കളയണം, എല്ലാ ദുഃഖങ്ങളെയും ഒഴിവാക്കി തരണം, മാനസിക വിഷമങ്ങൾ അകറ്റി തരണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ കടത്തിന്റെ ആധിക്യം കൊണ്ട് ഞാൻ പ്രയാസപ്പെടുന്നു, ബാങ്ക് ജപ്തി എന്റെ മുമ്പിലുണ്ട്,
കടക്കാരായ ആളുകൾ എന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പടച്ച തമ്പുരാനെ എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് മഗ്രിബിനും സുബ്ഹിക്കും ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ആ കടത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. പ്രാർത്ഥിക്കുക ഒരു ഭാഗം, രണ്ടാമത്തെ പ്രവർത്തിക്കുകയും ചെയ്യുക. സഹോദരങ്ങളെ, ഞാൻ ഒരു ഭാഗം പറഞ്ഞു എന്നതേ ഉള്ളൂ. അള്ളാഹുവിന്റെ സഹായം ലഭിക്കണമെങ്കിൽ പടച്ചവനോട് നമ്മൾ പ്രാർത്ഥനയോടുകൂടി അടുക്കേണ്ടതുണ്ട്. അതിന് വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു മാതൃകയുണ്ട്. ഖുൽ മാ യഅബു ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല. നമ്മുടെ റബ്ബ് നമ്മളെ പരിഗണിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആ പ്രാർത്ഥന ആത്മാർത്ഥമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. ഒരാൾക്ക് എതിരായി തീരാൻ പാടില്ല, ഒരാൾക്ക് ശല്യമായി തീരാൻ പാടില്ല, മറ്റൊരാൾക്കെതിരെ അയാളുടെ വിപത്തിന് വേണ്ടി, അയാളുടെ നാശത്തിന് വേണ്ടി ആവരുത്. അങ്ങനെയാണ് റസൂൽ പഠിപ്പിച്ചിരിക്കുന്നത്. പ്രാർത്ഥനയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ പടച്ച തമ്പുരാൻ അത് പരിഗണിക്കുമെന്ന്. അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുന്നത് ഒന്ന് ഈമാൻ കൊണ്ട്. ആ ഈമാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ പ്രാർത്ഥന കൊണ്ട്. രണ്ടാമത്തേത് പറഞ്ഞത് ബിൽ അഅ്മാലി സ്വാലിഹാത്ത്, നിങ്ങളുടെ സൽപ്രവർത്തനങ്ങൾ കൊണ്ട്, നിങ്ങൾ ചെയ്യുന്ന സദ്വൃത്തികൾ കൊണ്ട് അത് നിങ്ങൾ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളൊരു ആപത്തിൽപ്പെട്ടു, നമ്മളൊരു ദുരിതത്തിൽപ്പെട്ടു, നമ്മളൊരു പ്രയാസത്തിൽപ്പെട്ടു. അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മുമ്പത്തതിലേക്ക് തിരിഞ്ഞു നോക്കുക. നാം ഏതിലേക്കാ തിരിഞ്ഞു നോക്കണ്ടേ? ഞാൻ കഴിഞ്ഞ കാലത്ത് ചെയ്ത കാര്യങ്ങളിൽ അത് എവിടെയാണോ നല്ലതുള്ളത് അത് മുന്നോട്ട് വെക്കുക. എന്നിട്ട് പടച്ചോനോട് പറയാ, പടച്ചോനെ, ഞാൻ ആ ചെയ്ത നല്ല കാര്യം ഞാൻ അന്ന് നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ചെയ്തതാ. അതിൽ ചിലപ്പോൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും, രോഗികൾക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ടാവും, അപകടത്തിൽപ്പെട്ട ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു മനുഷ്യന് ഇസ്ലാമിന്റെ ഹിദായത്ത് നമ്മൾ നൽകിയിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു മനുഷ്യന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അയൽവാസികളായ ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുത്തിട്ടുണ്ടാവും. സ്വന്തം മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ടുണ്ടാവും. സ്വന്തം മക്കളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങളും നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ ത്യജിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ മുമ്പിൽ വെച്ച്, നല്ലൊരു കാര്യം മുമ്പിൽ വെച്ച് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. പടച്ച തമ്പുരാൻ അതിന് ഉടനെ ഉത്തരം നൽകും. ആ ഗുഹാവാസികൾ ആയ ആളുകൾ, 3 ആളുകൾ ഗുഹയിൽപ്പെട്ടതും അവർ പ്രാർത്ഥിച്ച ഹദീസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞത് അമലുസ് സാലിഹാത്ത് എന്ന് പറയുന്നത് നമ്മളിപ്പോ നിസ്കരിക്കുന്നത് എന്തിനാണെന്നറിയാം? നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നു, നമ്മൾ സക്കാത്ത് കൊടുക്കുന്നു, നമ്മൾ ഹജ്ജ് ചെയ്യുന്നു, നമ്മൾ ഈ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, മതപരമായ വിഷയങ്ങളിൽ മുമ്പിൽ നിൽക്കുന്നു. ഇതൊക്കെ എന്തിനാണെന്നറിയോ? നമ്മൾ കിടക്കുന്ന സമയത്ത് വിശ്രമിക്കുമ്പോ ആരുമില്ല, ഇപ്പോൾ കൂട്ടുകാരുണ്ട്, നമ്മുടെ ബിസിനസ് പങ്കാളികളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. പണമുണ്ടാവുമ്പോ, സൗകര്യമുണ്ടാവുമ്പോ, സൗന്ദര്യമുണ്ടാവുമ്പോ, അതുപോലെ തന്നെ നമുക്ക് അധികാരമുണ്ടാവുമ്പോ, നമുക്ക് പ്രാപ്തി ഉണ്ടാവുമ്പോ എല്ലാവരും നമ്മുടെ മുമ്പിലുണ്ടാവും. നമ്മളൊരു 10 ദിവസം കടന്നാല് ആരും ഉണ്ടാവില്ല സഹോദരന്മാരെ. 10 ദിവസം വരെ, 10 ദിവസം വരെ മക്കളൊക്കെ ഉണ്ടാവും ഹോസ്പിറ്റലിൽ. ആദ്യത്തെ ദിവസം അവിടെ വേണമെങ്കിൽ കുറച്ചൊരു മത്സരം കൂടി ഉണ്ടാവും. ഇന്നപ്പാന്റെ അടുത്ത് ഞാൻ തന്നെ നിൽക്കും, വേറൊരാൾ നിൽക്കണ്ട. രണ്ടാമത്തെ ദിവസവും മത്സരം ഉണ്ടാവും. കുറച്ച് ദിവസങ്ങൾ മത്സരമൊക്കെ തുടരും. കുറച്ച് ദിവസം കഴിഞ്ഞാല് പിന്നെ ആരും ഉണ്ടാവില്ല. പിന്നെ സ്വന്തം ഭാര്യ മാത്രം, നമ്മുടെ ഇണ മാത്രമേ ഉണ്ടാവൂ. അവള് നമ്മുടെ കൂടെ ആ സങ്കടവും ദുഃഖവും തെറിഞ്ഞു പോകാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ആ സങ്കടവും ദുഃഖവും. പക്ഷെ സ്ത്രീയുടെ മനസ്സ് അങ്ങനെയല്ല. സ്ത്രീയുടെ മനസ്സൊരിക്കലും നമ്മളെ മാറ്റി നിർത്തില്ല. എന്നാൽ നമ്മൾ വേണമെങ്കിൽ ഓരോ മാറ്റി നിർത്തും. ഞാൻ പറഞ്ഞത്, എല്ലാവരും നമ്മൾ അവഗണിക്കുന്ന ഒരു സമയത്ത് നമുക്ക് കൂട്ടുനിൽക്കുന്ന ഒരു വസ്തുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ 4 ചുമരുകൾക്കിടയിൽ അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ ബെഡ് റെസ്റ്റിലായി നമ്മൾ കിടക്കുന്നു. നമുക്ക് ഒരുപക്ഷെ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ 2 3 ആളുകൾ വന്ന് നമ്മളെ താങ്ങിപ്പിടിച്ച് അത് നിർവഹിച്ചു തരേണ്ടിയിരിക്കുന്നു. നമുക്ക് ഭക്ഷണം നൽകണമെങ്കിൽ ആ ഭക്ഷണത്തിന് വേണ്ടി 2 3 ആളുകളുടെ സഹായങ്ങൾ ആവശ്യമുണ്ട്. നമുക്ക് സംസാരിക്കണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പലരുടെയും സഹായം ആവശ്യമുണ്ടാവും. പക്ഷേ ആ സമയത്ത് നമുക്ക് സഹായിയായി എത്തിപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച എന്താണെന്നറിയോ? നിങ്ങൾ ചെയ്യുന്ന അമൽ സാലിഹാത്ത് അത് മുമ്പിൽ വെച്ച് പടച്ചവനോട് എങ്ങനെ പറഞ്ഞു നോക്കി, അള്ളാഹ് നിങ്ങൾക്ക് എളുപ്പം നൽകുമെന്നതാ.
അത് അള്ളാഹു നിങ്ങൾക്ക് എളുപ്പം നൽകും അമൽ സാലിഹാത്തുകൾ കൊണ്ട്. മൂന്നാമത് പറഞ്ഞ് പടച്ചവന്റെ സഹായം ലഭിക്കുന്ന ഈമാൻ, അതിൽ വിശ്വാസം, അതിലേറ്റവും പ്രധാനമായ പ്രാർത്ഥന. രണ്ടാമത്തത് നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുന്ന കാര്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് തേടുക എന്നത്. മൂന്നാമത്തെ നബി പറഞ്ഞത് നിങ്ങളുടെ ത്യാഗമാണ്. നിങ്ങളും നമ്മുടെ മാർഗത്തിൽ ത്യാഗം ചെയ്യാണ്ടോ? നിങ്ങളെ ഞാൻ സഹായിക്കുമെന്ന് സഹാബികൾ ചോദിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലെ പട്ടിണി കിടക്കുകയാണ്, ഭക്ഷണം എവിടെയെന്ന് അവർ ചോദിച്ചിട്ടില്ലല്ലോ നബിയുടെ മുമ്പിൽ. ഒരിക്കലും സഹാബികൾ ചോദിച്ചിട്ടില്ല നബിയെ പട്ടിണി കിടക്കുന്നു, ഞങ്ങൾക്ക് ഭക്ഷണം എവിടെയെന്ന് അവർ ചോദിച്ചിട്ടില്ല. നബിയെ ഞങ്ങളുടെ കുടുംബത്തെ പീഡിപ്പിക്കുന്നു, അവർക്കുള്ള സഹായം എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ അവർക്ക് വന്നിട്ടില്ല. ചില ജീവിതത്തിലെ അങ്ങേ ഘട്ടം തൊട്ട് സമയത്ത് പ്രയാസപ്പെടുന്ന സമയത്ത് ചില ആളുകൾ ചോദിച്ചു. അതിലൊറ്റ ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ. ആ ചോദ്യത്തിന് മുമ്പിൽ വിശുദ്ധ ഖുർആൻ ഒരായത്ത് കൊണ്ട് ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന വലമാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅസാ വല്ലറ. വളരെ പ്രയാസങ്ങളും കാഠിന്യവും ക്രൂരതയും വർദ്ധിച്ചൊരു സമയത്ത് അവർ വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, മത്താ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. എപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലെ പടച്ചവന്റെ സഹായം ലഭിക്കുക? അള്ളാഹുവിൽ നിന്നുള്ള വിജയം എപ്പോഴാണ് ലഭിക്കുക? മണലാരണ്യത്തിലെ പീഡനങ്ങൾ, ശരീരം മുഴുവനും വാർന്ന് മുറിച്ചിട്ട് രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ, മാംസവും എല്ലും വേർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ, അതുപോലെ തന്നെ പട്ടിണിക്കിട്ട് അവരുടെ വായിലേക്ക് വെള്ളം ചോദിക്കുന്ന സമയത്ത് തിളച്ച വെള്ളം ഒഴിക്കുന്ന സന്ദർഭങ്ങളിൽ ശരീരം മുഴുവനും ചുട്ടുപഴുത്ത മണലുകൾ കൊണ്ട് പൊതിഞ്ഞു മൂടുന്ന സമയത്ത് അവർ ചോദിച്ചിട്ടുണ്ട്, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലെ സഹായം എന്ന് ചോദിച്ചിട്ടുണ്ട്. നബി പറഞ്ഞു, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്. സബ്രൻ യാ ആല യാസിർ, യാസിർ കുടുംബമേ ക്ഷമിച്ചേക്കുക, അള്ളാഹുവിന്റെ സഹായം അടുത്തു തന്നെയുണ്ട് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ ത്യാഗമാണ് സ്വർഗത്തിന്റെ മാർഗം എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ സഹായം ലഭിക്കണമെങ്കിൽ സഹോദരങ്ങളെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് ത്യാഗം എന്ന് പറയുന്നത്. ത്യാഗമില്ലാതെ സ്വർഗം ലഭിക്കില്ല. അങ്ങനെയാണെങ്കിൽ നബി എന്നെ നമുക്കൊരു മാതൃക പറഞ്ഞു തന്നിട്ടുണ്ട്, ത്യാഗത്തിന്റെ ചെറിയൊരു മാതൃക. മനുഷ്യനൊക്കെ മരിച്ച് പടച്ചതമ്പുരാന്റെ അടുക്കൽ എത്തിയതിനു ശേഷം അള്ളാഹു സ്വർഗാവകാശികളെയും നരകാവകാശികളെയും വേർതിരിക്കുന്നതിന് മുമ്പ് കുറെ ആളുകൾ അവരുടെ എല്ലാ സൽപ്രവർത്തനങ്ങളുമായി വന്നിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളുമായി വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ 3 ചോദ്യങ്ങളുണ്ട്. ആ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നിന്ന് കണ്ടെത്തണമെന്ന് പറയാം. അതിൽ ഒന്നാമത്തത് ഇതാണ്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത്, ഞാൻ ഇന്നി ജാഇഉൻ, പടച്ചവൻ പറയണം, ഖുദ്സിയ ഹദീസ, ഞാൻ വിശക്കുന്നവനായിരുന്നു, നീ നീ എനിക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ടോ? ഈ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, അല്ലാഹുവേ നീ ലോകത്തിന്റെ രാജാധികാരിയുള്ള ഉടമസ്ഥനായിരുന്നു, പ്രപഞ്ചങ്ങളുടെ മുഴുവനും സൃഷ്ടാവ് നീയായിരുന്നു, അതിന്റെ എല്ലാം അധികാരിയായ നിനക്ക് എന്തിനാണ് ഭക്ഷണം ആവശ്യമുള്ളത്? ആ സമയത്ത് അള്ളാഹു പറയുന്നു, നിന്റെ അയൽവക്കത്ത്, നിന്റെ തൊട്ടടുത്ത വീട്ടിൽ, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ, നിന്റെ കൂടപ്പിറപ്പുകൾ, അല്ലെങ്കിൽ നിന്റെ അപ്പുറത്ത് ചില ഹോസ്പിറ്റലുകളിൽ, അല്ലെങ്കിൽ തെരുവോരങ്ങളിൽ പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാരുള്ളപ്പോൾ നീ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് നിന്റെ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ മുഴുവനും കുമാമിലേക്ക് വലിച്ചെറിഞ്ഞ്, വേസ്റ്റ് കൊട്ടകളിലേക്ക് വലിച്ചെറിഞ്ഞ് നീ ഏറ്റവും സംതൃപ്തനായി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് അതിന്റെ ആഹ്ലാദത്തിൽ മതിമറന്ന് നീ ജീവിച്ചൊരു സന്ദർഭമുണ്ടായിരുന്നു. എന്നാൽ നീ എങ്ങാനും അവിടെയുള്ള ആ മനുഷ്യന്മാർക്ക്, പട്ടിണിപ്പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ നിനക്കെന്നെ കാണാൻ സാധിക്കുമായിരുന്നു അവിടെ. അതാണ് ഞാൻ എന്ന് പറഞ്ഞത് എന്ന് അള്ളാഹു പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിൽ നിന്ന് അനാവശ്യമായ ഭക്ഷണങ്ങൾ എടുത്തു മാറ്റിവെക്കുന്ന സമയത്ത് പടച്ചതമ്പുരാന്റെ ബർക്കത്ത് നമുക്ക് നഷ്ടപ്പെടുകയാണ്, അള്ളാഹുവിന്റെ സഹായം നഷ്ടപ്പെടുകയാണ്. എപ്പോഴാണെന്നറിയാമോ? ഭക്ഷണം വലിച്ചെറിയുന്ന സമയത്ത് അള്ളാഹിന്റെ സഹായം നഷ്ടപ്പെട്ടു പോവുക. നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ എത്രമാത്രം ഭക്ഷണമുണ്ട്, ഈ തെരുവിൽ പട്ടിണിപ്പാവങ്ങൾ എത്രയുണ്ട്, അവരെ നമുക്ക് കാണാൻ സമയമുണ്ടോ? അവരോട് നമുക്ക് ചോദിക്കാൻ സമയമുണ്ടോ? നമ്മൾ ആലോചിക്കുക. രണ്ടാമത്തത് അള്ളാഹു പറയുന്നു, ഇന്നി ലംആനുൻ, ഞാൻ ദാഹിച്ചു വലിഞ്ഞവനായിരുന്നു, എനിക്ക് വെള്ളമില്ലാതെ ഞാനിങ്ങനെ ദാഹിച്ചു വലിഞ്ഞ് പല ഭാഗത്തും കഷ്ടപ്പെട്ടിങ്ങനെ നിന്നിട്ടുണ്ട്. അവൻ ചോദിച്ചു, പടച്ചോനെ നിനക്കെന്തിനാണ് ദാഹം? അങ്ങനെ ഉണ്ടാവില്ല. അപ്പോഴാണ് അള്ളാഹു പറയുന്നത്, നിന്റെ അടുക്കലേക്ക് വെള്ളം ചോദിച്ചു വന്നവരുണ്ട്, നിന്നോട് പല രൂപത്തിലെ സഹായങ്ങൾ തേടിയവരുണ്ട്, നീ അവനെ സഹായിച്ചില്ല. അവിടെ നിന്ന് നീ സഹായിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുമായിരുന്നു. മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞു, ഇന്നി മരീദ്, ഞാൻ രോഗിയായിരുന്നു,
ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ സന്ദർശിച്ചിരുന്നുവോ? ഇല്ല എങ്കിൽ നിനക്ക് എന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. 3 ചോദ്യങ്ങളാണ് സഹോദരങ്ങളെ നമുക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ ജീവിതത്തിലെ ത്യാഗം എന്ന് പറയുന്നത് പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം കൊടുക്കാൻ, മരുന്ന് വേണ്ടവന് മരുന്ന് കൊടുക്കാൻ, വെള്ളം വേണ്ടവന് വെള്ളം കൊടുക്കാൻ, സ്വാതന്ത്ര്യം നൽകേണ്ടവന് സ്വാതന്ത്ര്യം നൽകാൻ, കൗൺസിലിംഗ് നൽകേണ്ടവന് കൗൺസിലിംഗ് നൽകാൻ. നമ്മുടെ കഴിവുകൾ അള്ളാഹുന്റെ മാർഗത്തിൽ നമ്മൾ എപ്പോഴാണോ ചെലവഴിക്കുന്നത് അവിടെയൊക്കെ പടച്ചവന്റെ സഹായങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അല്ല എങ്കിൽ അള്ളാഹിന്റെ സഹായം നമുക്ക് ലഭിക്കില്ല. വിശുദ്ധ ഖുർആൻ അങ്ങനെ ഒരു ആയത്ത് കൂടി പറഞ്ഞു, ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറുണ്ടോ? അള്ളാഹ് നിങ്ങളെ സഹായിക്കുന്നതാണോ? അള്ളാഹു നിങ്ങൾ ഉറപ്പിച്ചു നിർത്തും. എവിടെയെന്നറിയോ? പരീക്ഷണ ഘട്ടങ്ങളിൽ, പരീക്ഷണ അപകട ദുരന്ത ഘട്ടങ്ങളിൽ പടച്ചതമ്പുരാൻ നമ്മുടെ മുമ്പിൽ സഹായിയായി കടന്നു വരും. നമ്മൾ ഉറപ്പിച്ചു നിർത്തും. ഒരു പേടി നമുക്കില്ല. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർക്ക് ദുഃഖിക്കേണ്ടതില്ല, അവർക്ക് ആശങ്കപ്പെടേണ്ടതില്ല. ഒന്നിനെക്കുറിച്ച് ഒരു നിരാശയും അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കേണ്ടതില്ല. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ നിരാശകളുമായാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മക്കളെക്കുറിച്ച് നിരാശരാണ്, കുടുംബത്തെക്കുറിച്ച് നിരാശരാണ്, യുവാക്കളെക്കുറിച്ച് ആശങ്കയിലാണ്, നാട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആശങ്കയിലാണ്. പക്ഷേ ആ ഒരു നിരാശ നിങ്ങൾക്കുണ്ടാവേണ്ടതില്ല. എന്നിട്ടൊരു സംഭവം കൂടി റസൂൽ പഠിപ്പിക്കുക, അള്ളാഹുവിന്റെ തൃപ്തി നിങ്ങൾക്ക് ലഭിക്കും, അള്ളാഹുവിന്റെ വിദ്വേഷവും വെറുപ്പും നിങ്ങൾക്ക് ലഭിക്കും. രണ്ടും നിങ്ങൾക്ക് വാങ്ങാം. അത് കിട്ടാവുന്നൊരു മാർഗമുണ്ട്. അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ സൗകര്യവും നിങ്ങൾക്ക് ലഭിക്കാൻ ഒരു മാർഗമാണ് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തിയുള്ളത് എന്നും മാതാപിതാക്കളുടെ വെറുപ്പിലാണ് അള്ളാഹുവിന്റെ വെറുപ്പ് നിലനിൽക്കുന്നത് എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ ഒരൊറ്റ വൃദ്ധസദനം ഉണ്ടാവൂല. ഈ ഹദീസ് ശരിക്കും നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു മാതാപിതാക്കളെയും തെരുവോരങ്ങളിലേക്ക് നമ്മൾ വലിച്ചെറിയുകയില്ല, ഒരു മാതാപിതാക്കളെയും നമ്മൾ അവഗണിക്കുകയില്ല. പക്ഷേ അള്ളാഹുവിന്റെ തൃപ്തി കൈവരിക്കണമെങ്കിൽ സഹോദരങ്ങളെ മാതാപിതാക്കളുടെ തൃപ്തി കൈവരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ ആലോചിച്ചു നോക്കൂ, ഒരു ഭാഗത്ത് മാതാപിതാക്കൾ ആശങ്കപ്പെടുന്നു, വേറൊരു ഭാഗത്ത് മക്കളും ആശങ്കപ്പെടുന്നു. മാതാപിതാക്കൾ ആശങ്കപ്പെടുന്ന മക്കളുടെ കാര്യത്തിലാണ്. ഇതൊക്കെ പല രൂപത്തിലാണല്ലോ വരുന്നത്, പറയാൻ പറ്റില്ല. നമ്മൾ പോറ്റി വളർത്തുന്നു, നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, നമ്മൾ വസ്ത്രം നൽകുന്നു, വിദ്യാഭ്യാസം നൽകുന്നു, എല്ലാ സൗകര്യങ്ങളും നൽകുന്നു, നല്ല വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, നല്ല വാഹനങ്ങളുണ്ട്, അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും. മോൻ എന്താ ആഗ്രഹിക്കുന്ന മോള് അതൊക്കെ ഉപ്പാൻ്റെത് നിനക്കെടുത്തു, അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല, നിനക്ക് എത്രയും ചെലവഴിക്കാം. സഹോദരങ്ങളെ, ആ മക്കൾ നമ്മളെടുത്തേക്ക് വരുന്നത് ആ കോലത്തിലല്ല, തിരിച്ച് എന്തോ ചില നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മൂല്യങ്ങളും ധാർമ്മികതയും നഷ്ടപ്പെടുമ്പോൾ മക്കൾ നമുക്കെതിരെ തിരിയും. അതാണല്ലോ നാടിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്, പറയേണ്ടതില്ല. നാട് മുഴുവനും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്ത ഫലങ്ങൾ അതാണ്. നാട് മുഴുവനും നശിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ തൃപ്തി കൈവരിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ മക്കൾ അവർ വളരെ സംതൃപ്തരായി ജീവിക്കും. അല്ല, നിങ്ങൾ മാതാപിതാക്കളുടെ വെറുപ്പും വിദ്വേഷവും വാങ്ങിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കെതിരെ അതേ കാര്യങ്ങളൊക്കെ ചെയ്യും. ആരും വിചാരിക്കേണ്ട, ഈ മുജ്ജന്മ വിശ്വാസം ഒന്നും ഇസ്ലാമിലില്ല. മുൻ ചെയ്തു പോയ പാപങ്ങളുടെ അതിന്റെ പാപഫലങ്ങളാണ് ഇന്ന് മനുഷ്യനല്ലാതെ ജനിക്കുന്നതാണ്. പട്ടിയും പൂച്ചയൊക്കെ ആയിട്ട് ജനിക്കാൻ കാരണം ഹൈന്ദവ വിശ്വാസപ്രകാരം മുജ്ജന്മ വിശ്വാസ. പക്ഷെ പടച്ചതമ്പുരാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കളുടെ പ്രാർത്ഥനക്കിടയിൽ അള്ളാഹുവിന്റെയും അവരുടെ പ്രാർത്ഥനകൾക്കും ഇടയിൽ യാതൊരു മറയുമില്ല. അപ്പോഴേക്കപ്പോഴും ഉത്തരം കിട്ടുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ ശപിച്ചാൽ ആ ശാപം പൂർത്തിയാവുന്നു. സഹോദരങ്ങളെ, എന്തുകൊണ്ടാ ശപിക്കുന്നത്? നമ്മുടെ ചെയ്തി കുറവുണ്ടായിരിക്കും, നമ്മുടെ പോരായ്മകൾ കൊണ്ട്, നമ്മുടെ വീഴ്ചകൾ കൊണ്ട്, നമ്മൾ അവരോട് കാണിക്കുന്ന സ്വഭാവത്തിന്റെ പെരുമാറ്റത്തിന്റെ ഗുണമില്ലായ്മ കൊണ്ട് മാത്രമാണ് അവർ നമ്മളെ വെറുക്കുന്നതെങ്കിൽ ആ വെറുപ്പ് നമ്മുടെ മക്കൾ തലമുറകളിലേക്ക് കൈമാറും. ചില ജീനുകൾ നിലനിൽക്കുന്നത് അങ്ങനെയാണ്. ചില ജീൻ അങ്ങനെ കൈമാറിപ്പോവുകയാണ്. വാപ്പ മദ്യപാനിയാണെങ്കിൽ മക്കൾ മദ്യപാനിയായിക്കൊള്ളണം എന്നില്ല. വാപ്പ വളരെ മോശപ്പെട്ടവനാണെങ്കിൽ മക്കൾ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ റസൂൽ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു വിട്ടുവീഴ്ച, ഈ രൂപത്തിലുള്ള അനാവശ്യമായ പെരുമാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നാൽ, അവരെ വെറുപ്പിക്കുന്ന, അവരെ സങ്കടപ്പെടുത്തുന്ന, അവരെ കണ്ണീരൊഴിപ്പിക്കുന്ന, അവർക്ക്
വേദനയുണ്ടാക്കുന്ന, അവരവരുടെ മനസ്സിനുള്ളിൽ ഏതെങ്കിലും വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരു ഘട്ടം വന്നാൽ ആ മാതാപിതാക്കളുടെ ആ സമയത്തുള്ള മനോഭാവം എന്താണോ അത് ഭാവിയിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സഹായങ്ങൾ കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. മാതാപിതാക്കൾ നമ്മളെ അവഗണിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്, മക്കൾ നമ്മളെ അവഗണിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്, അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മൾ വെറുക്കുന്ന ഒരു അവസ്ഥയുണ്ടാവരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്യും. അൽ ഖാതിഉ ഫിന്നാർ, അള്ളാഹിന്റെ സഹായം കിട്ടാത്തൊരു മനുഷ്യനുണ്ട്, അവന് കുടുംബബന്ധം മുറിച്ചു കളഞ്ഞവനാണ്. കുടുംബബന്ധം മുറിച്ചു കളഞ്ഞു. കുറച്ച് സാമ്പത്തിക സ്വസ്ഥതയും ഒക്കെ ഉണ്ടാകുമ്പോ, കുറച്ച് മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ, നല്ല വീടും സൗകര്യമൊക്കെ ഉണ്ടാകുമ്പോ എനിക്കെന്നെ ആരും വേണ്ടതില്ല, ഇനി ഞാൻ മതി എന്ന് അങ്ങനെ ഒരു തോന്നൽ, അഹങ്കാരത്തിന്റെ ദുരഭിമാനത്തിന്റെ ഏതെങ്കിലും ഒരംശം തന്റെ ജീവിതത്തിലേക്ക് ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ, അതിലൂടെ തന്റെ കുടുംബ ബന്ധം തകർത്തെറിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ മനുഷ്യനുമായി പടച്ച തമ്പുരാൻ അവന്റെ ബന്ധവും അകറ്റി നിർത്തുമെന്ന് പറയുന്നുണ്ട്. അള്ളാഹിന്റെ സഹായം നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും ഇവിടുത്തെ സംസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഇതൊക്കെ ആയിട്ട് നാളെ പരലോകത്തേക്ക് ചെന്ന നേരെ സ്വർഗമെന്ന്, അതൊരു വ്യാമോഹം മാത്രമാണ്, സാധ്യമല്ല. സഹോദരങ്ങളെ, ഒരു ഭാഗത്ത് ഇബാദത്തുകൾ നന്നാവുന്നതോടുകൂടി തന്നെ, വിശ്വാസം നന്നാവുന്നതോടുകൂടി തന്നെ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ആരാണ്? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ചില ആളുകളുണ്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന്. സുമ്മസ്തഖാമു, ആ പ്രഖ്യാപനം മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്, മുഹമ്മദ് റസൂൽ പറയൽ എളുപ്പമുള്ള. പക്ഷേ സുമ്മസ്തഖാമു, പിന്നെ അതിനനുസരിച്ച് നിലകൊള്ളുക എന്നത്, ജീവിതം അതിനനുസരിച്ച് ക്രമപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഹലാല് നോക്കേണ്ടി വരും, അപ്പോൾ നമുക്ക് ഹറാമ് നോക്കേണ്ടി വരും, അപ്പോൾ നമുക്ക് ചിലപ്പോ ചില വെറുപ്പും കയ്പും ഒക്കെ അനുഭവിക്കേണ്ടി വരും, അപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ എല്ലാ വിമർശനങ്ങളും നേരിടേണ്ടി വരും. അതാണ് ഇസ്തിഖാമ. തതനസ്സലു അലൈഹിമുൽ മലായിക, അത്തരം ആളുകളിലേക്കാണ് അല്ലാഹുവിന്റെ മലായികത്തുകൾ മരിക്കുന്ന സമയത്ത് ഇറങ്ങി വരുന്നത്. നമ്മുടെ മരണസമയത്ത് മലായികത്തുകൾ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നു, അല്ലാ തഖാഫു വലാ തഹ്സനു, ഇന്നലകളുടെ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ ഒരിക്കലും അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ടതില്ല. ഇന്നലെയുടെ ജീവിതം ഓടിത്തളർന്നതുണ്ട്, പ്രയാസപ്പെട്ടതുണ്ട്, അലങ്ങേറ്റ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മൾ പട്ടിണി കിടന്നിട്ടുണ്ടാവും നമ്മുടെ മക്കളെ തീറ്റാൻ വേണ്ടി, ആ മറ്റുള്ളവർക്ക് വേണ്ടി. നമ്മൾ ചിലപ്പോ ആക്സിഡന്റിൽ പെട്ടിട്ടുണ്ടാവും, മറ്റുള്ളവരെ സഹായിക്കാൻ പോയത്. പക്ഷേ അവിടെയൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. വലാ തഹ്സനു, അതുപോലെ തന്നെ നിങ്ങൾക്ക് ദുഃഖവുമില്ല, ഭയപ്പെട്. ഇനി ദുഃഖം നാളെ വരാനിരിക്കുന്ന നരകത്തെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ടതുമില്ല. നാളെ നിങ്ങൾക്ക് നരകം കിട്ടുമെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട, അങ്ങനെ സംഭവമില്ല. നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗം ഇതാ നിങ്ങളുടെ മുമ്പിൽ മലർക്കെ തുറക്കപ്പെട്ടിരിക്കുന്നു. ആ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ അടക്കാനുള്ള അവസരമായിരിക്കുന്നു എന്ന് മലായികത്തുകൾ നമ്മുടെ അടുക്കൽ വന്ന് നമ്മുടെ സാന്നിധ്യമായി നിന്നുകൊണ്ട് അവർ നമുക്ക് വേണ്ടി സ്വാന്തനമേകുന്ന വാക്കുകളാണ് പറയുന്നത്. സഹോദരങ്ങളെ, അത് ഈ പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത ആൾക്കാരാ. ഈമാനും അമലി സാലിഹാത്തും ഇസ്തിഖാമത്തും ഒക്കെ നിലനിർത്തിയ ആളുകൾക്കാണ് അള്ളാഹുവിന്റെ മലായികത്തുകൾ അവസാനം ഇറങ്ങി വന്നുകൊണ്ട്, അവിടെ ചിലപ്പോൾ നമുക്ക് വെള്ളം മുക്കി തരാൻ ആളുകളുണ്ടോ? ആ വെള്ളത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. ദാഹമുണ്ട്, പക്ഷേ ആ ദാഹം ക്ഷമിപ്പിക്കാൻ കഴിയുന്നവൻ, ആ ദാഹത്തിന് ശമനം നൽകാൻ കഴിയുന്നവൻ ഒരേ ഒരാൾ മാത്രമാണ്, അത് അള്ളാഹു മാത്രമാണ്. സഹോദരങ്ങളെ, അവിടെ നമ്മൾക്ക് കൈകാലുകൾ തരിപ്പനുഭവപ്പെടുന്നുവെങ്കിൽ ആ കൈകാലുകളിൽ സ്വാതന്ത്ര്യം നൽകാൻ, അതിന് വേദന ശമിപ്പിച്ചു തരാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ മലായികത്തുകളോട് പടച്ചവൻ പറയുന്നത്, ഒരു വെണ്ണയിൽ നിന്ന് എങ്ങനെയാണ് ഒരു മുടി ഊരിയെടുക്കുന്നത്, ആ രൂപത്തിൽ അവന്റെ ആത്മാവിനെ ഇങ്ങ് ഊരിയെടുത്തേക്കുക എന്ന് പറയും. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അവിടെ പടച്ചവന്റെ സഹായം ലഭിക്കുകയാണ്. ആരുമില്ലാത്ത നിൽക്കുന്ന സമയത്ത് അർശിന്റെ തണൽ ലഭിക്കുന്ന സന്ദർഭം അത് നമുക്ക് വേണ്ടി മാത്രമാണ്. എന്നിട്ട് പറയുന്നു, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമണിഞ്ഞ മനസ്സ്, നീ ഇതാ ശാന്തനായി ഇവിടെ നിലകൊള്ളുക.
യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ. പടച്ചവന്റെ അടുത്തേക്ക് നീ പോകുന്നത് തൃപ്തനായിക്കണം. നിന്റെ ജീവിതം ഉപയോഗപ്പെട്ടു, നിന്റെ എല്ലാം ഉപയോഗപ്പെട്ടവനായി നീ അള്ളാഹുലേക്ക് പോയാൽ മതി. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. നിന്റെ അടിമകളെ നിങ്ങൾ പ്രവേശിക്കുക സ്വർഗ്ഗത്തിലേക്ക്. ആ സ്വർഗ്ഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചു. ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗ്ഗമാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സഹായം എന്നത് എന്നതാണ്. പടച്ചവനെ, നരകത്തിന്റെ ഒരു അംശം പോലും എന്നെ നീ അനുഭവിപ്പിക്കരുത് എന്ന്. അതാണല്ലോ നബി പറഞ്ഞത്. നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കേണ്ട സ്വർഗത്തെ കുറിച്ചല്ല എന്നാ. അങ്ങനെയുണ്ട്. പ്രാർത്ഥനയുടെ മാനദണ്ഡം പറഞ്ഞെടുത്ത് ആദ്യം നിങ്ങൾ സ്വർഗത്തെ കുറിച്ചല്ല ചോദിക്കേണ്ടതാ. ആദ്യം പറയേണ്ടത് പടച്ചവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അല്ലാഹുമ്മ അഅ്തിഖ് മിനന്നാർ. പടച്ചവനെ നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം. അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത യാ അർഹമർ റഹീമീൻ. കാരുണ്യവാനായ പടച്ചതമ്പുരാനെ, നിന്റെ അത്യുന്നതമായ അനുഗ്രഹീതമായ സ്വർഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണം. ആദ്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാ പറയേണ്ടത്. നമ്മൾ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ ഹസനത്ത് നൽകണമെന്ന് പറയുമ്പോൾ ആഖിറത്തിൽ ഹസനത്ത് എന്ന് പറയുന്ന സ്വർഗമാണ്. ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ പ്രാർത്ഥനകളിൽ പോലും സഹോദരങ്ങളെ പടച്ചതമ്പുരാൻ നമുക്ക് സൗകര്യം തരികയാണ്. പരലോകത്തെത്തുന്ന സമയത്ത് നിനക്ക് യാതൊന്നും വിഷമിക്കേണ്ട, ദുഃഖിക്കേണ്ട, നിനക്ക് സ്വർഗാവകാശിയാണ് എന്ന്. സഹായങ്ങൾ, പടച്ചവന്റെ സഹായം നമുക്ക് ആവശ്യമുള്ളത് ഒന്ന് ഖബറിലാണ്. സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നമ്മളെ സഹായിക്കാനവരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. കമ്മിറ്റിക്കാർ വരും, നാട്ടുകാരും കുടുംബക്കാരും അയൽവാസികളും ഒക്കെ വരും. നമ്മളെ പല രൂപത്തിലോ കടബാധ്യത ഉണ്ടോ ഒരു കുറെ തീർത്തു തരും. നമുക്ക് എന്തെങ്കിലും രോഗപ്രശ്നമുണ്ടോ ആ രോഗത്തിന് എവിടെയും ചികിത്സക്ക് അവർ കൊണ്ടുപോകും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ ഭക്ഷണക്കോൽ ഒരുക്കി തരും. പക്ഷേ ഖബറിലേക്ക് എന്നാലോ ആരുമില്ല സഹോദരങ്ങളെ. നമ്മൾ ഒറ്റക്കാണ് ഖബറിൽ. ആ ഖബറിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഖബറിനെ വിശാലമാക്കി തരുന്ന ഒരു രംഗമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ മയ്യത്ത് മറമാടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അടുക്കൽ നിന്നുകൊണ്ട് സുബ്ഹാനല്ലാഹ് 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 എന്ന് ആവർത്തിച്ചുകൊണ്ട് നബി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ശേഷം നബി പറയുന്നു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇത് കേട്ട സഹാബികൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ, മയ്യത്തിന്റെ എല്ലാ ജനാസക്ക് കാര്യങ്ങളും കഴിഞ്ഞ് മറമാടിയതിനു ശേഷം തസ്ബീത്ത് ചൊല്ലി തിരിച്ചു പോരുമ്പോൾ സഹാബികൾ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സുബ്ഹാനല്ലാഹി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയത്? ആ സമയത്ത് റസൂലുള്ളാഹി പറയുകയാണ്, ഖബറുകൾ കൂടുതൽ ഇടിക്കപ്പെടുന്ന ഒരു അവസ്ഥ. മനുഷ്യനെ ചെരിച്ചാണ് കിടത്തിയത്. ആ ചെരിഞ്ഞു കിടക്കുന്ന മനുഷ്യനിലേക്ക് രണ്ട് ഖബറിന്റെ ഭാഗങ്ങൾ കൂടുതൽ അടുക്കുമ്പോൾ ആ മനുഷ്യൻ അതിൽ ഞെരിഞ്ഞമരുകയാണ്. എന്റെ സഹോദരനായ സഅദിന് പടച്ചവനെ അവന്റെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കണമേ എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ആ ഖബറുകൾ വിശാലമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനത് പറഞ്ഞത്. എന്നിട്ടാണ് തസ്ബീത്തിന് വേണ്ടി സഹോദരങ്ങളെ ഖബറിൽ ആരുമില്ലാത്ത കിടക്കുന്ന സമയത്ത് നമ്മുടെ അമലുകളും നമ്മുടെ വിശ്വാസവും നമ്മുടെ ഖബറിലേക്ക് വരുന്നുണ്ട്. ഖബർ നമ്മളോട് പറയും ചെയ്യുമ്പോ ഞാനിതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടി. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സഹായം കിട്ടേണ്ടത് നമ്മൾ ഖബറിലേക്ക് എത്തി ഒന്നാമത്തെ വിചാരണ കഴിഞ്ഞ് നമ്മളോട് പറയുന്നു, മലായിക്കത്തുകൾ നമ്മുടെ അടുക്കൽ വന്നുകൊണ്ട് അപ്പുറവും ഇപ്പുറവും ഇരുന്നു കൊണ്ട് പറയുന്നു, നീ ചെയ്ത കർമ്മങ്ങൾ ഇതാ, നീ ചെയ്ത വിശ്വാസം ഇതാ, നീ ദീനിന് വേണ്ടി ചെലവഴിച്ചത് ഇതാ, നീ സമൂഹത്തിന് വേണ്ടി ചെലവഴിച്ചത് ഇതാ, നീ നാടിന് വേണ്ടി ചെലവഴിച്ചത് ഇതാ, നിന്റെ കുടുംബത്തെ നീ ഇങ്ങനെയാണ് വളർത്തിയത്, നിന്റെ നാടിന് വേണ്ടി നീ ദീനിന് വേണ്ടി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് വിശ്രമിക്കാൻ അവസരമായി. കമായനാമുൽ അറൂസ്, ഒരു പുതിയാപ്ല ആദ്യ രാത്രിയിൽ എങ്ങനെയാണോ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സന്തോഷം കൊണ്ട് ജീവിക്കുന്നത് ആ രൂപത്തിൽ നീ ഉറങ്ങുക എന്ന് പറയുമെന്നാണ്. സഹോദരങ്ങളെ, ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ആരാണ്? ഞങ്ങളുടെ ഈ കിടന്നുറപ്പ് ഉറക്കിൽ നിന്ന് ഞങ്ങൾ ഇന്നലെ വന്ന് കടന്നിട്ടുള്ളൂ, അല്പസമയം മുമ്പ് കടന്നിട്ടേ ഉള്ളൂ, ഏതാനും മണിക്കൂറുകൾ മുമ്പ് കടന്നിട്ടേ ഉള്ളൂ. ആരാണ് ഞങ്ങൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റത്? നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് ഏറ്റവും ചുരുങ്ങിയത് 5000 വർഷം. 5000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. 5000 വർഷത്തിന് ആ കാലത്ത് മരിച്ചുപോയ മനുഷ്യനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആരാ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഉറക്കം അത്ര സുന്ദരമായ ഒരു ഉറക്കമാണ് ഖബറിൽ കിട്ടുന്നത്. ഖബറിലെ ശിക്ഷകളിൽ നിന്ന് അയാൾ പരിപൂർണ സ്വതന്ത്രനായി തീരും.
തീരുന്നു. എപ്പോഴാണെന്നറിയാമോ? ഇത് പടച്ചവന്റെ സഹായമാണ്. രണ്ടാമത്തത്, അള്ളാഹു മനുഷ്യനെ അതിനുശേഷം ഒരുപാട് വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് പുനർജനിപ്പിക്കുന്നു. അവനെ ആ പുനർജന്മത്തിന്റെ സമയത്ത് അവന് കൊടുക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ അവര് ഒരുമിച്ച് കൂടുന്നു. പടച്ചതമ്പുരാന്റെ മുഖം ദർശിക്കാൻ കഴിയുന്ന കുറച്ച് ആളുകളുണ്ട്, എന്നാൽ അള്ളാഹുവിന്റെ മുഖം ദർശിക്കാൻ കഴിയാത്ത ചില ആളുകളുണ്ട്. അള്ളാഹുവിന്റെ മുഖം ദർശിക്കാൻ കഴിയാത്തത് കാഫിറുകളും മുശ്രിക്കുകളും മുനാഫിക്കുകളുമായ ആളുകൾക്ക് അള്ളാഹുവിന്റെ മുഖം ദർശിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ വിശ്വാസികളായ ആളുകൾ അവിടെ നിന്ന് അവരുടെ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് പടച്ചതമ്പുരാന്റെ ആ സാന്നിധ്യത്തിലേക്ക്, അവന്റെ പ്രകാശത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ അർശിന്റെ തണലിന് ആ തണലുകൾ ലഭിച്ച് അവന്റെ ഇബാദ് റഹ്മാനുകൾ ഉൾനിൽക്കുന്ന ആ സമയത്ത് പടച്ചതമ്പുരാൻ അവരെ സഹായിക്കുകയാണ്. മനുഷ്യന്മാർ മുഴുവനും വിയർത്തു കുളിച്ച്, ആളുകൾ മുഴുവനും വെപ്രാളപ്പെട്ട് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതാ കുറച്ച് ആളുകൾ പടച്ചവന്റെ പ്രത്യേക കാവലും തുണയും കിട്ടി ആ സഹായത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സഹോദരങ്ങളെ, രണ്ടാമത്തെ ഘട്ടം അതാണ്. ഇമ്മായിൽ ജന്ന വഇമ്മായിൽ നാർ, ഒന്നെങ്കിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് എന്ന് വേർതിരിക്കുന്നതിന്റെ ആ സമയത്ത് പടച്ചവന്റെ സഹായം ലഭിക്കുന്നത് അതും ഇബാദ് റഹ്മാനുകളായ നമുക്ക് വേണ്ടിയാണ്. അതും കഴിഞ്ഞ് അടുത്തത് സ്വർഗം വേറെ നരകം വേർതിരിക്കുന്നു. വേർതിരിക്കാൻ ആ വിചാരണക്കത് കഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഹസീബ, ഇന്ന് നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ മതി എന്ന് പറഞ്ഞ് രേഖകൾ കൈമാറുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ കിട്ടുന്നത് പടച്ചോന് ഈമാനുള്ള ആളുകൾക്കാണ്, തഖ്വയുള്ള ആളുകൾക്കാണ്, തവക്കുലുള്ള ആളുകൾക്കാണ്. പടച്ചോനിൽ നമ്മൾ കൃത്യമായി എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച ആളുകൾക്കാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടി ത്യജിച്ചവർ, അള്ളാഹുവിന് വേണ്ടി അനുഭവിക്കുന്നവർ. സഹോദരങ്ങളെ, ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ കേട്ടതിൽ നിന്ന് നമുക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തിയാക്കാം. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. നമ്മളൊക്കെ ഈ നിലനിൽക്കുന്നത് പടച്ചവന്റെ സഹായം കൊണ്ടാണ്. അള്ളാഹുവിന്റെ സഹായമില്ല എങ്കിൽ ഒരു നിമിഷം യാത്ര ചെയ്യാൻ നമുക്ക് കഴിയില്ല. നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. നോമ്പിന് നമ്മുടെ കൂടെ നിൽക്കേണ്ട എത്ര ആളുകൾ പോയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത എത്ര ആളുകളുണ്ട്. വെള്ളം കുടിക്കാൻ പറ്റാത്ത എത്ര ആളുകളുണ്ട്. നടക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. ആ റോട്ടിലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കൂ. ശരീരത്തിന്റെ ബാക്കിലെ അടിയിൽ രണ്ട് കാലും കയ്യും തളർന്നു പോയുള്ള മനുഷ്യന്മാർ നമ്മുടെ മുമ്പിൽ പോകുന്നുണ്ട്. അവരടിയിൽ ഒരു ടയറിന്റെ കഷ്ടം വെച്ച് കെട്ടിയിട്ടില്ലേ? ആ ടയറിന്റെ കഷ്ടം വെച്ച് കെട്ടിയിട്ട് എന്നിട്ട് ഒരു നെഞ്ചത്തൊരു പാത്രവും വെച്ച് പോകുന്നൊരു കഥ, ഒരു കാഴ്ച നമ്മൾ വർഷങ്ങളോളം നമ്മുടെ ഈ സ്ഥലത്ത് പാളയത്ത് നമ്മൾ കണ്ടതാ. അങ്ങനെ അല്ലല്ലോ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. രണ്ട് കാലം കൊണ്ട് നമ്മൾ നടക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. സഹോദര, എനിക്ക് അവിടെ നിന്നും ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം, മൊയ്തീൻപള്ളിയിലേക്ക് എന്നൊന്ന് അടുപ്പിക്ക്, എന്നൊന്ന് കൈപിടിക്കണമെന്ന് പറയാൻ രണ്ട് കണ്ണുമില്ലാത്ത മനുഷ്യൻ വരുമ്പോ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ നമുക്ക് കഴിയണം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. പടച്ചോനെ, നീ എത്ര പരിശുദ്ധനാണ്, അൽഹംദുലില്ലാഹ് അല്ലാഹുവേ നീ എത്ര സ്തുതിക്കാൻ. എന്റെ ജീവിതത്തിന്റെ എല്ലാ സ്തുതിയും നിനക്ക് തന്നെയുള്ളൂ. കാരണം എനിക്ക് നീ കണ്ണ് നൽകി, കാഴ്ചകൾ നൽകി, കേൾവി നൽകി, ബുദ്ധിശക്തി നൽകി, എല്ലാവിധ പ്രാപ്തിയും നൽകി. നിന്നെ ഞാൻ സ്തുതിക്കുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ നിയമത്തുകൾ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പടച്ചവന്റെ മാർഗത്തിൽ ത്യാഗങ്ങൾ ചെയ്യുക. ഈമാനും തഖ്വയും നിലനിർത്തുക. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മലയോര പ്രദേശം ഓമശ്ശേരിക്കടുത്ത പുത്തൂര്, നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നം മദ്യം, മയക്കുമരുന്ന് പോലുള്ള വിഷയങ്ങളിൽ കുട്ടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ദുരന്തം നമുക്കറിയാം. റിഹാബ് സെന്റർ, ഇത്തരം ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു റിഹാബ് സെന്റർ നമ്മൾ സ്ഥാപിക്കുകയാണ്. കുട്ടികളെ രക്ഷപ്പെടുത്താൻ, മദ്യം മയക്കുമരുന്നിന് അഡിക്റ്റായ ആളുകളെ രക്ഷപ്പെടുത്തി കൗൺസിലിങ്ങിലൂടെ അവർക്ക് എന്താണോ ആവശ്യമുള്ള അത്ര സേവനം ചെയ്യാനുള്ള സ്ഥലമൊക്കെ എടുത്തു. അതിൻ്റെ പെർമിറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കി അവിടെ ഒന്ന് കൗൺസിലിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള സഹായമാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സഹായം ആ മേഖല, ഇതിനു വേണ്ടി സ്കോർ റിഹാബ് ഇതിലേക്ക് നിങ്ങൾ സഹായിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇത് ഒരു സ്വതക്കയാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാന. ഭാവിയിൽ നമുക്ക് ഇനി ആവശ്യമുള്ള ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജുകളും ഒന്നുമല്ല. എനിക്ക് തോന്നുന്നത് എല്ലാ സ്ഥലത്തും ഇനി വളരേണ്ട ഒറ്റ സാധനം
ഈ അഡിഷനായ ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ള മാർഗം അതാണ്. അതിന് നല്ല കൗൺസിലർമാരും വേണം, നല്ല ഡോക്ടേഴ്സ് വേണം, സാമ്പത്തിക സഹായങ്ങളും എല്ലാം വേണ്ടി വരും. ഏതായാലും നിങ്ങൾ സഹായിക്കണമെന്ന് ഓർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന സദഖകളും ദാനധർമ്മങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ വീഴ്ചകളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. റഹ്മാനായ റബ്ബ് ഈ ദുനിയാവിൽ എത്ര കാലം ജീവിക്കേണ്ടി വന്നാലും ആ കാലം അത്രയും അള്ളാഹുവിൻ്റെ തൃപ്തി കൈവരിച്ച് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിലൂടെയും കുടുംബത്തിലൂടെയും അള്ളാഹു നമുക്ക് കൺകുളിർമയും മനസ്സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ധാർമ്മികതയും നമ്മുടെ കുടുംബ മഹിമയെയും തകർത്തെറിയുന്ന, അതിനെ ചോദ്യം ചെയ്യുന്ന മക്കളായി നമ്മുടെ മക്കളെ മാറ്റാതിരിക്കട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ മാതാപിതാക്കളുടെ തൃപ്തി കൈവരിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന വിശ്വാസികളിൽ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പഠിച്ചവനെ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാം കാത്ത് രക്ഷിക്കണമേ നാഥ. ഞങ്ങൾ പഠിച്ച അറിവ് ഞങ്ങൾക്ക് ഉപകാരപ്പെടുകയും അത് മുഖേന സ്വർഗം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളുടെ അറിവിനെ മാറ്റിത്തരുകയും ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.